വാട്സ്ആപ്പ് ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ട്രയംഫിൻ്റെ സ്പീഡ് 400 ആണ്. അപ്പം ഇവൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും ആയിരിക്കും ഇന്ന് നമ്മുടെ ചാനലിടാൻ പോകുന്നത്. നമ്മുടെ ഗ്യാങ് എല്ലാം ഉണ്ട് കേട്ടോ, ചെറിയൊരു റൈഡിനായിട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ കോട്ടയത്തുള്ള ഒരു ഫ്രണ്ട് എടുത്ത വണ്ടിയാണ് കേട്ടോ, വിത്ത് ബ്ലാക്ക് വേരിയൻ്റ് ആണ് ഇത്. അപ്പം ഇതിനകത്ത് അവൻ കുറേ എക്സ്ട്രാ ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഡോമിനോറായിട്ട് സിമിലർ ആണ്, ഇതിൻ്റെ എൻജിൻ സൗണ്ട് ആണെങ്കിലും സിമിലർ ആണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു CC വൈസ് ഞാൻ നോക്കിയപ്പോൾ ഇതിനെക്കാട്ടി, അതായത് നമ്മുടെ ഡോമിനോ 400 373 സംതിങ് CC, പക്ഷേ ഇത് 378 സംതിങ് CC ആണ് വരുന്നത്. സോസ്നോട്ടൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനിയിപ്പം ഇതിൻ്റെ പ്രൈസ് നോക്കിയാണെന്ന് വെച്ചാൽ ഇതിന് ഓൾമോസ്റ്റ് 3.16 ലാക്ക് എങ്ങാണ്ടാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ടുള്ള ഈ ഒരു സാഡിൽ സ്റ്റേ, പിന്നെ ടോപ്പ് റാക്ക്, അതേപോലെ തന്നെ റിയർ വ്യൂ മിറേഴ്സ്, ഇതെല്ലാം എക്സ്ട്രാ ആണ്. ഈ 3 റബ്ബറിൻ്റെ സുന അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ആയിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ വെൽ കുഷൻഡായിട്ടുള്ള സീറ്റും കാര്യങ്ങളുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം ഞാൻ അത്ഭുതപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോക്ക് വരുന്നത് അപ്പോളോൻ്റെ ടയേഴ്സാണ്. ബാക്കിൽ 150, ഫ്രണ്ടിൽ 110 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊരു കാര്യം ഞാൻ ഫൈൻ ചെയ്തത് ഇതിൻ്റെ റേഡിയേറ്റർ ഉണ്ടോ, നമ്മളത് അതായത് ഇതിൻ്റെ റേഡിയേറ്റർ നോക്കിയാൽ കാണാം ഹൊറിസോണ്ടലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നോക്കി കഴിഞ്ഞാൽ സെയിം റേഡിയേറ്റർ എടുത്ത് വെർട്ടിക്കലി വെച്ച പോലെ ഉണ്ട്, കണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യമാണ്, ഇത് പുത്തൻ വണ്ടി ആൾമോസ്റ്റ്. അപ്പോൾ ഇത് ഓടിയിട്ടുള്ളത് 2843 കിലോമീറ്റേഴ്സാണ് ഈ വണ്ടി ആകപ്പാട് ഓടിയിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ ഇത് നോക്ക്, എക്സോസ്റ്റിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹിമാലയയിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത് ബ്രോ പറഞ്ഞത് ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സ് ആയപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഫെയ്ഡായി തുടങ്ങിയെന്നാണ്. ഇനി ഫ്യൂൽ ടാങ്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഡോമിനോൻ്റെ സെയിം കപ്പാസിറ്റിയാണ്, അതായത് 13 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നോക്കിക്കഴിഞ്ഞാൽ 39.5 ഹോഴ്സ് പവറും അതേപോലെ തന്നെ 37 ന്യൂട്രൺ മീറ്റർ ടോക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെറിയ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതേപോലെ തന്നെ മീറ്റർ നോക്കി വെച്ചാൽ നമുക്കൊരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്ററാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് സ്പീഡോമീറ്ററാണ് അനലോഗ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഡിസ്പ്ലേക്കകത്ത് ന്യൂട്രൽ, പിന്നെ RPM ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ കിലോമീറ്റർ, ട്രിപ്പ് 1 ട്രിപ്പ് 2 അതെല്ലാം ഈ ഒരു ബട്ടണിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളും കാണിക്കും. ഇത് ഫ്യൂൽ ഗേജാണ്, ഇപ്പോൾ ഫുൾ ടാങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ടൈം, പിന്നെ വാണിങ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. ബാക്കി സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ബേസിക് ആണ് കേട്ടോ. എൻജിൻ കിൽ സ്വിച്ച് കാണാം, വാണിംഗ് ലാമ്പ് കാണാം, സെൽഫ്, ഹോണ്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഡിമർ, ബ്രൈറ്റ്, പാസ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ E20യുടെ ഒരു ബാഡ്ജിങ് ആണ്, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന E20 ഫ്യൂൽ കമ്പാറ്റബിൾ ആണ് ഈ വണ്ടി. ഹാൻഡിൽ ബാർ നോക്കിയാൽ വെച്ചാൽ കുറച്ചുകൂടെ ഡോമിനാർക്കായിട്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫീലുണ്ട് ഹാൻഡിൽ ബാറിൽ പിടിക്കുമ്പം. അതേപോലെ തന്നെ ഒരു കുട്ടി വൈസറും കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലിയർ ആയിട്ടുള്ള. ക്ലച്ച് ഫീലൊക്കെ നല്ല ലൈറ്റാണ് കേട്ടോ, ഡോമിനാറിനെ പോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റ് ഫീലാണ്. സസ്പെൻഷൻ്റെ കേസ് നോക്കിയാൽ വെച്ചാൽ ഫ്രണ്ടിൽ ഗോൾഡനും അതേപോലെ തന്നെ ഷാമ്പൈൻ ഗോൾഡും ബാക്കിൽ മോണോഷോക്കുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബീം പെരിമീറ്റർ ഫ്രെയിം അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്, വേറെ രീതിയിലുള്ള ഒരു ട്രെലിസ് ഫ്രെയിം പോലത്തെ ഫ്രെയിമാണ്. പിന്നെ സിംഗൊക്കെ ഡോമിനാറിൽ കണ്ട തന്നെ അത് ഒരു പിരിവിര ഒരു ഫിനിഷുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കേസ് ഒക്കെ വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ABSൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിൻ്റെ ഒരു സ്ക്രാംബ്ലർ വേർഷൻ ഉണ്ട്, അതിനകത്ത് ABS ഓണും ഓഫും ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ ഓണും ഓഫും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വണ്ടി എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വണ്ടി നല്ല റിഫൈൻഡ് ആണ് കേട്ടോ, കിഡിലോട്ട് റിഫൈൻഡ് ആണ്. ബാക്കിൽ ഫുള്ള് LED സെറ്റപ്പ്, ഒരു മിനി ഡുക്കാട്ടിയുടെ കൂടെയൊക്കെ തോന്നുന്നു എനിക്ക്. LED ഇൻഡിക്കേറ്റേഴ്സ്, LED ടെയിൽ ലൈറ്റ്, അതേപോലെ തന്നെ ഫുള്ളി LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, വണ്ടി എന്തായാലും നമുക്കിനി ഓടിച്ചോണ്ട് ഗൈസ്. ഇത് റൈഡ് ബൈ വയർ ആണെന്ന് തോന്നുന്നു, കാരണം നല്ല സ്മൂത്ത്, ചെറിയൊരു ഡിലേ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല സ്മൂത്തുമാണ്, ആക്സിലേറ്റർ കേബിളൊന്നും കാണുന്നില്ല. അപ്പോൾ റൈഡ് വയർ ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൺ ടു ഫാസ്റ്റ് ഗിയർ നമുക്കൊന്ന് ഏതായാലും എടുത്ത് വെക്കാം. കൊള്ളാം, വണ്ടി നല്ല റിഫൈൻഡും ആണ്, വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുമുണ്ട് ഗായ്സ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വെയിറ്റ് 170 സംതിങ് കിലോ ആണ്, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല പുള്ളിങ്ങും ഉണ്ട് ഈ വണ്ടിക്ക് കേട്ടോ, ഡോമിനാറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നു, ത്രോട്ടിൽ ലാഗ്. പക്ഷെ RPM കയറി കഴിഞ്ഞാൽ വണ്ടി പൊളിയാണ് കേട്ടോ.
ഓടിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് നല്ല വെൽ റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് ഇരച്ച് കയറി വരുന്നില്ല. ഇനി അത് പുതിയ വണ്ടീൻ്റെ ആണോ എന്നും എനിക്കറിയാൻ വയ്യ. ഡോമിനറിനെക്കാട്ടി വെൽ റിഫൈൻഡ് ആണ് കേട്ടോ. അതേപോലെ തന്നെ എക്സോസ് നോട്ട് നിങ്ങളിപ്പോൾ കേൾക്കാമല്ലോ, നല്ല ഒരു ഗ്രണ്ടി ബേസോട് കൂടിയിട്ടുള്ള എക്സോസ് നോട്ടാണ്. ഡബിൾ ബാരലൊന്നും അല്ല, സിംഗിൾ ബാരൽ എക്സോസ്റ്റ് തന്നെ, പക്ഷേ കൊള്ളാം. മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് നല്ല കുഷൻഡായിട്ടുള്ള സീറ്റ് കേട്ടോ, നല്ല സുഖമുണ്ട് ഇരിക്കാൻ. അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ട് കാലിൻ്റെ ഫോട്ടിൻ്റെ ഒന്ന് നോക്കാം. ഇവിടെ എല്ലാ ആൾക്കാരാണല്ലോ. ഓക്കെ ഗൈസ്, ഓക്കെ ഇതാണ്. എനിക്ക് രണ്ട് കാലും മൊത്തത്തിൽ പ്ലാൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഇതിനകത്ത് വരുന്നത്, അതുകൊണ്ട് തന്നെ സീനില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. ഗൈസ് നല്ല വലിയുണ്ട് കേട്ടാ വണ്ടി. എനിക്ക് തോന്നുന്നു ഒരു 4000 RPM തൊട്ട് മണ്ടക്കോട്ട് അങ്ങ് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. കൊള്ളാം, ഇഷ്ടമായി. ഗിയർ ബോക്സൊക്കെ വളരെ ക്രിസ്പിയാണ്, അല്ല പക്ക ഫാസ്റ്റ് ന്യൂട്രൽസും കാര്യങ്ങളും ഒന്നും വീഴുന്നില്ല, നല്ല ക്ലീനായിട്ടാണ് ഗിയേഴ്സും കാര്യങ്ങളും വരുന്നത്. പിന്നെ വൈസർ അല്പം ചെറുതായതുകൊണ്ട് എനിക്ക് വിൻഡ് അടിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഡോമിനാർ ഞാൻ മറ്റേ വൈസർ നല്ല ടൂറിങ് വൈസർ ഇട്ടല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. പക്ഷേ വണ്ടി ഓവറോൾ പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ സർവീസാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വന്നത് 1000 കിലോമീറ്ററിലാണ്. ഇനിയുള്ള ബാക്കിയുള്ള സർവീസ് എല്ലാം 10000 കിലോമീറ്റർ എന്ന ഇൻ്റർവെൽസ് കൂടിയിരിക്കുമ്പോഴാണ്. അതായത് 10000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. എന്നാലും എന്തായാലും ഇവിടെ വണ്ടി ഒതുക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വേറെ എനിക്ക് ഫീൽ ചെയ്തത് നല്ല ഹീറ്റിംഗ് ഉണ്ട്. പുതിയ എഞ്ചിൻ ആയതുകൊണ്ടായിരിക്കും, കുറച്ച് ഓടി സെറ്റ് ആകുമ്പോൾ മാറുമായിരിക്കും. എന്തായാലും നല്ല ഹീറ്റിംഗ് ഉണ്ട്. ബാക്കിലാണ്ട് ഈ ഒരു പൊസിഷൻ വരെ ഹീറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജ് ഈസിലി ഫ്ലിക്കബിളാണ്. അതെനിക്ക് ഫീൽ ചെയ്തു. വണ്ടിക്ക് അത്യാവശ്യം ഡോമിനാറിനെ യൂസ് ചെയ്ത് ഇതിലോട്ട് വരുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് വണ്ടി നല്ല രീതിയിൽ ഫ്ലിക്കറിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഗൈസ്. അതേപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം, നമുക്ക് ഹൈ ഗിയേഴ്സിൽ നോക്കിംഗ് ഒന്നും ഇല്ലാതെ ലോ RPM പോകാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 5ാമത്തെ ഗിയറി 20-30 സ്പീഡിലാണ് ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് വലിയ നോക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അതിനിഷ്ടപ്പെട്ട്. ഡിമ്മിന് നല്ല ത്രോ ഉണ്ട്, പക്ഷെ ബ്രൈറ്റ് കുഴപ്പമില്ല. സെൻട്രൽ മാത്രം ചെറിയൊരു ത്രോ. ഇതിപ്പോൾ ബ്രൈറ്റാണ്, ഞാൻ ഡിമ്മിട്ട് കാണിക്കാവേ. ഇത് ബ്രൈറ്റ്, ഇത് ഡിമ്മ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.